കാര്യവട്ടം ക്യാമ്പസിൽ KSU നേതാവിനെ SFI മർദ്ദിച്ച സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് തള്ളി KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ. SFI യൂണിറ്റ് കമ്മിറ്റി കൊടുത്ത റിപ്പോർട്ടാണ് ആഭ്യന്തര റിപ്പോർട്ടായി വന്നത്. SFIയുടെ ഇടിമുറികൾ കേരളത്തിലെ ക്യാമ്പസുകളിലുണ്ട്. അന്വേഷണ കമ്മീഷനിലെ അധ്യാപകരുടെ രാഷ്ട്രീയം പരിശോധിക്കണമെന്നും അലോഷ്യസ് സേവ്യർ ആവശ്യപ്പെട്ടു. കാര്യവട്ടം ക്യാമ്പസിൽ KSU പ്രവർത്തകനെ SFI മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര വകുപ്പിൻ്റെ റിപ്പോർട്ട് ഇന്ന് VCക്ക് കൈമാറുകയാണ്. റിപ്പോർട്ടിന്മേൽ നമ്മളോടൊപ്പം പ്രതികരിക്കാനുള്ളത് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറാണ്. ഈ റിപ്പോർട്ടിൽ പറയുന്നത് അങ്ങനെയുള്ള ഇടിമുറികളൊന്നും തന്നെ ഇവിടെയില്ല, CCTV ദൃശ്യങ്ങൾ ലഭ്യമല്ല എന്നാണ് പറയുന്നത്. അല്ല, ഈ വിഷയം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് ഞങ്ങൾ പറഞ്ഞു. ആ വിഷയം ഉണ്ടാകുന്ന ആദ്യ ഘട്ടമുള്ള SFIയുടെ പ്രതികരണവും പിറ്റേ ദിവസമുള്ള പ്രതികരണവും നിലവിൽ ഇന്നത്തെ ദിവസമുള്ള എല്ലാ പ്രതികരണങ്ങളെല്ലാം തമ്മിൽ വൈരുദ്ധ്യമുണ്ട്. അപ്പോൾ അവർ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങളുടെ ജില്ലാ ഭാരവാഹിയായ സാൻജോസിനെ ഇടിമുറിയിൽ കൊണ്ടുപോയി അതിക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കിയതിന് ശേഷം അത് വലിയ മാധ്യമ ശ്രദ്ധയിലേക്ക് വരികയും ആ വിഷയങ്ങൾ ഞങ്ങൾ ടേക്കപ്പ് ചെയ്ത് ആ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാക്കണമെന്ന തരത്തിലേക്ക് ഞങ്ങൾ മുന്നോട്ട് പോകുന്ന ഘട്ടങ്ങളിലെല്ലാം അവർ തമ്മിൽ പറയുന്ന കാര്യങ്ങളിൽ വൈരുദ്ധ്യമുണ്ട്. കാരണം ആദ്യത്തെ ദിവസം ഇവർ പറയുന്നത് എന്താണ്, സാൻജോസ് എന്ന് പറയുന്ന വിദ്യാർത്ഥി KSUവിൻ്റെ നേതാവ് ക്യാമ്പസിലെ റിസർച്ച് ഹോസ്റ്റലിലേക്ക് അതിക്രമിച്ചു കയറി എന്ന് പറയുന്നു. രണ്ടാമത്തെ ദിവസം പറയുന്നു അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള നേതൃത്വത്തെ കൂട്ടിക്കൊണ്ട് അവിടെ അതിക്രമിച്ചു കയറി, അപ്പോഴാണ് അവിടെ സംഘർഷമുണ്ടായതെന്ന് പറയുന്നത്. നിലവിൽ CCTV ദൃശ്യങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കേടുപാടുകൾ സംഭവിച്ചു, അതിന് വേണ്ടിയിട്ടുള്ള പുതിയ ടെൻഡറുകൾ സ്വീകരിച്ചു എന്ന തരത്തിലും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഏത് ക്യാമ്പസിലാണ് SFIക്ക് അപ്രമാദിത്വമുള്ള ഏത് ക്യാമ്പസുകളിലാണ് വെച്ച CCTV ക്യാമറകൾ കൃത്യമായി പ്രവർത്തിക്കുന്നത്? ഇങ്ങ് എറണാകുളം മഹാരാജാസ് കോളേജിൽ കോടികൾ മുടക്കി സർക്കാർ സ്ഥാപിച്ച CCTV ക്യാമറകളെല്ലാം തൂക്കി വിറ്റ സംഘടനയാണ് SFI. തൊട്ടപ്പുറയുള്ള ലോ കോളേജിലെല്ലാം സമാനമായിട്ട് SFIക്ക് വിഹരിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ CCTV ക്യാമറകളെല്ലാം നശിപ്പിക്കുകയും അല്ലെങ്കിൽ അവർക്ക് വേണ്ട അനുകൂലമായിട്ടുള്ള രീതിയിൽ സാഹചര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കുന്ന അവിടുത്തെ അധികാരിവർഗം തന്നെയാണ്. എന്നിട്ട് ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അതിനുശേഷം തെളിവുകളില്ല, CCTV ദൃശ്യങ്ങളില്ല എന്നെല്ലാം പറയുന്നത് ബാലിശമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ കാര്യത്തിൽ ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഇങ്ങനെ എല്ലാ ക്യാമ്പസുകളിലും SFIക്ക് അപ്രമാദിത്വമുള്ള സർക്കാർ ക്യാമ്പസുകളിൽ ഇടിമുറികളുണ്ട്, അവിടെ വലിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ നൽകുന്നുണ്ട്. ഈ അന്വേഷണത്തിൽ ഞങ്ങൾ തൃപ്തികരമല്ല. ഞങ്ങൾ ഈ റിപ്പോർട്ടിന്മേൽ ഞങ്ങൾ അപ്പീലിന് പോകും. ഞങ്ങൾ ഇതിൽ നിരന്തരമായിട്ടുള്ള അന്വേഷണം നടന്നുകൊണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ പുറത്ത് കൊണ്ടുവരണം. സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും ഇപ്പം നിലവിൽ ഇന്ന് വൈകുന്നേരമാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം എന്നതിനെപ്പറ്റി ഞങ്ങൾക്ക് വസ്തുതയിൽ വ്യക്തത അത് കിട്ടിയതിന് ശേഷം ഞങ്ങൾ തുടർ സമരവുമായിട്ട് മുന്നോട്ട് പോകും. എന്ത് വന്നാലും സാൻജോസിന് നീതി ലഭിക്കണം. കേരളത്തിലെ ക്യാമ്പസുകളിലെ ഇടിമുറികൾ അത് എന്ത് വില കൊടുത്തും ആ ഇടിമുറികളെ തകർത്തെറിയാൻ KSU നേതൃത്വം കൊടുക്കുമെന്ന് മാത്രമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ പറയുന്നത് കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്ത്, അതായത് ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് യൂണിറ്റ് കമ്മിറ്റി ഓഫീസുകൾ കേന്ദ്രീകരിച്ചും ഇടിമുറികൾ ഉണ്ടെന്ന് തന്നെയാണ്. ആഭ്യന്തര വകുപ്പിൻ്റെ പുറത്തു വന്ന റിപ്പോർട്ടുകളെ തള്ളിക്കൊണ്ട് സമര പരിപാടികളിലേക്ക് കടക്കുമെന്നാണ് KSU പ്രസിഡന്റ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ക്യാമറാമാൻ അക്ഷയ്ക്കൊപ്പം കെവിൻ കെന്നഡി, ന്യൂസ് മലയാളം, കൊച്ചി.